ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിന്റെ വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ പ്രോമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് വിക്രമിനെതിരായിട്ടുള്ള കേസ് വീണ്ടും ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ വിക്രമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ദർശൻ വക്കീലാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും ഉറപ്പായിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ദർശന്റെ പെർഫോമൻസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്രമിന് ഏകദേശം ജാമ്യം ഉറപ്പായ ഒരു മട്ട് തന്നെയാണ്. ഈ ഒരു ടൈമിൽ വേദയെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വീണ്ടും ദർശൻ കോടതിയുടെ കൂട്ടിനുള്ളിൽ കയറ്റുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേദ വന്ന് നിൽക്കുന്നുണ്ട്. ശേഷം വേദയോടായിട്ട് ദർശൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ വിവാഹം എങ്ങനെയാണ് നടന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ വേദ പറയുന്നുണ്ട്, എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞതുപോലെ താലി കെട്ടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ദർശൻ വക്കീൽ പറയാണ്, അല്ല, നിങ്ങളുടെ വിവാഹം വളരെ അപ്രതീക്ഷിതമായി നടന്നൊരു കാര്യമായിരുന്നു. നിങ്ങൾ വേറൊരാളെ കല്യാണം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന തലേ ദിവസമാണ് അപ്രതീക്ഷിതമായിട്ട് വിക്രം സുധാകരൻ നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവരോട്, അതായത് വിക്രമിനോട് നിനക്ക് തീരാത്ത പകയാണുള്ളത്. ആ പക തീർക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായാണ് നിങ്ങൾ ഇതിനെ കണക്കാക്കിയെടുക്കുന്നത് എന്ന് ദർശൻ അവിടെ വെച്ചിട്ട് വേദ നോക്കി പറയുന്നുണ്ട്. അത് കേട്ട് ആകെ വേഗം തകർന്നു പോവാണ് കേട്ടോ. കാരണം ഷോക്ക് ആവാന്നാണ്. താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാമാണ് ദർശൻ തൻ്റെ മേലെ അവരോധിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ദർശൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാവുന്ന ഒരിക്കലും വേദ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ എല്ലാ വാദങ്ങളും കേട്ടതിന് ശേഷം നമ്മുടെ ശങ്കരനാരായൺ വിധി കൽപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ വിക്രമിന് ജാമ്യാപേക്ഷ നൽകുന്നതായിട്ടാണ് പ്രോമോയിൽ കാണിക്കുന്നത്. അങ്ങനെ വിക്രമിന് ജാമ്യാപേക്ഷ നൽകുന്നു എന്ന് പറയുന്നുണ്ട് ശങ്കരനാരായണൻ പ്രോമോയിൽ. അത് കേൾക്കുമ്പോൾ വിക്രമിനും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അമ്മയും ശ്രീജയും നന്ദിനി എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ട് മുഖം എല്ലാവരുടെ സന്തോഷത്തിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ വേദ മാത്രം വളരെയധികം ടെൻഷൻ അടിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം വേദ ദർശനെ കാണാനായിട്ട് വീണ്ടും പോകുന്നുണ്ട്. ശേഷം ദർശനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ദർശൻ, എന്താണ് സംഭവിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മാത്രമല്ല, നീ എന്തുകൊണ്ടാണ് വിക്രമിനെതിരെ ഇങ്ങനൊരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ വിക്രമിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് വന്നത്? അതിന് തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് അതെന്താണ് കാരണമെന്ന് വീണ്ടും വേദ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ദർശൻ പറയണം, വിക്രമിന് വേണ്ടി കേസ് എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചതും വേറെ ആരുമല്ല, നിന്റെ അച്ഛൻ തന്നെയാണ് എന്ന സത്യം വേദയോട് ദർശൻ പറയാണ് കേട്ടോ. അത് കേട്ടിട്ട് നമ്മുടെ വേദ ആകെ ഷോക്കായി പോവാണ്. അതെ, ശരിക്കും വിക്രമിന് വേണ്ടി ബാധിക്കാൻ വേണ്ടി ദർശനോട് പറയുന്നത് ശങ്കരനാരായണൻ തന്നെയാണ്. അത് കേട്ടിട്ട് നമ്മുടെ വേദ ഷോക്കാവുന്നുണ്ട്. ശേഷം വേദ ശങ്കരനാരായണൻ കാണാനായിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ശങ്കരനാരായണനും മുത്തശ്ശിയും കൂടെ മേലെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വേദ താഴെ നിന്നിട്ട് അച്ഛനെ നോക്കി നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ, അതായത് മുത്തശ്ശിയും ശങ്കരനാരായണൻ, പത്മു എല്ലാവരും കൂടെ വേദയോട് സംസാരിക്കുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഇനി വരുന്ന എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്നറിയാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.